എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപരവും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മൾ 2025 ശനിയുടെ മാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രങ്ങൾക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലൊക്കെ പലവിധ പ്രതിസന്ധികൾ 7ാം ഭാവത്തിൽ ശനി നിന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ശൈഥില്യം ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിൽ പരസ്പരം പ്രണയിച്ചിരുന്നവർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ചിങ്ങക്കൂറിൽപ്പെട്ടവർ കഴിഞ്ഞ കുറേ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2 വർഷക്കാലം കൊണ്ട് അത്ര നല്ലതല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നതെന്ന് പറയാവുന്നതാണ്. കാരണം ശനിയുടെ 7ാം ഭാവത്തിലെ സ്ഥിതി അത്തരം കാര്യങ്ങളിൽ, അതായത് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങൾക്കിടയിലും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായി തീരുന്നതാണ്. ആ കണ്ടകശനിയുടെ ഒരു കാലഘട്ടം 2025 മാർച്ച് അവസാനത്തോടു കൂടി പൂർണ്ണമായും അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2025 എന്ന് പറയുന്ന വർഷം, വരാൻ പോകുന്ന 2025 വർഷം, ഇതുവരെ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികൾക്കും മാറ്റമുണ്ടാകുന്നതും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ശൈഥില്യങ്ങളൊക്കെ ഇല്ലാതായിത്തീരുന്നതും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതുമായിരിക്കും. അതായത് മുടങ്ങിക്കിടന്നിരുന്ന വിവാഹം, അതുപോലെ വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ, ഇവയൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനിയും മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത്. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 7ൽ നിന്ന് ശനി രാശിമാറ്റം നടത്തുന്നത് അഷ്ടമത്തിലേക്കാണ്. അഷ്ടമശനിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. അതത്ര നല്ല ഒരു കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അഷ്ടമത്തിൽ ശനി വരുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, അതായത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ, രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മാനസികമായ ചില പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളൊക്കെ കരുതിയിരിക്കേണ്ടതുമാണ്. എങ്കിലും മെയ്യുടെ അവസാനത്തോടു കൂടി വ്യാഴത്തിനുണ്ടാകുന്ന മാറ്റം വളരെയേറെ ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവെ 2025 വർഷം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാകുന്നതും ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും ചിങ്ങക്കൂറുകാർക്ക് കഴിയുന്നതായിരിക്കും. സാമ്പത്തികമായ അഭിവൃദ്ധി തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും 2025 വർഷത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതായിരിക്കും. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ മുടങ്ങിക്കിടന്ന വിവാഹങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീട് പണിയൊക്കെ കിടന്നിരുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. തടഞ്ഞു വയ്ക്കപ്പെട്ടിരുന്ന സമ്പത്ത് ലഭിക്കുന്നതിനും കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടിരുന്ന കുടുംബ സ്വത്തൊക്കെ ലഭിക്കുന്നതിനും 2025 കഴിയുന്നതായിരിക്കും. ബിസിനസ്സുകാരൊക്കെ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനാർത്ഥം വിദേശത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു വർഷമാണ് 2025.
ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജോലി കിട്ടാതെ മുടങ്ങിക്കിടന്നിരുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതായിരിക്കും. ജോലി ലഭിക്കാൻ സാധ്യതകൾ തെളിയുന്നതാണ്. വിദേശത്തോ സ്വദേശത്തോ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നൊരു വർഷമാണ്. എങ്കിലും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. അഷ്ടമശനിയാണെന്ന കാര്യം കൂടി ഓർക്കണം. കഠിനമായി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതുമായിരിക്കും. എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക വ്യഥകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവയ്ക്കൊക്കെ കാര്യമായ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ഗ്രഹനില കൂടി പരിശോധിക്കണം. ഗ്രഹനിലയിൽ ശനിയൊക്കെ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ വേണ്ട പരിഹാരങ്ങളൊക്കെ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയും വ്യാഴവും ഒക്കെ അനുകൂല സ്ഥാനത്ത് യോഗകാരിയായിട്ടൊക്കെ ഗ്രഹനിലയിൽ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും 2025 ഉറപ്പായിട്ടും. ഒപ്പം നിലവിലുള്ള ദശാപഹാരങ്ങൾ, ദശാനാഥൻ ഇവയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രഹനില പരിശോധിപ്പിച്ച് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ 2025 വർഷം ഏറ്റവും ഗുണദായകമായ ഒരു വർഷമായിരിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കെന്ന കാര്യം ഉറപ്പാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിന് പറ്റിയൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് സാധ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ അവാർഡുകളും പ്രശസ്തി പത്രവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് 2025 വർഷം. കർഷകർക്കൊക്കെ അനുകൂലമായ ഒരു വർഷമാണ്. പൊതുവെ കർമ്മമേഖലയിൽ പല വിധത്തിലുള്ള പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കും. നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഒന്നിച്ചു ചേരുന്നതിന് അനുകൂലമായ ഒരു വർഷമായിരിക്കും 2025 എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അങ്ങനെ പൊതുവെ പറയുമ്പോൾ 2025 വർഷം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വർഷമായിരിക്കും. വ്യാഴം വളരെ അനുകൂലമായ സ്ഥിതിയിലേക്ക് വരാൻ പോവുകയാണ്. എന്നിരുന്നാലും അഷ്ടമശനിയുടെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുക. ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം നടത്തുക. കൂടാതെ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. പിന്നെ ഓരോരുത്തരും അവരവർ അനുവർത്തിച്ചു വരുന്ന അവരവരുടെ ഇഷ്ടദൈവങ്ങളെയും അതുപോലെ തന്നെ കുടുംബ പരദേവതകളെയും ഒക്കെ തൊഴുത് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. ഇതുകൂടാതെ രാഹുകേതുക്കൾക്ക് മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് 2025 എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ രാഹുകേതു പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദൈവജ്ഞന്മാരിൽ നിന്നൊക്കെ നല്ല ദൈവജ്ഞന്മാരെ കണ്ട് ഗൃഹനിലേക്ക് പരിശോധിപ്പിച്ച് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ 2025 വർഷം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അറിയിക്കാതിരിക്കാൻ മടി കാണിക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ കടന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലെ തന്നെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.